സഹോദരങ്ങളെ, അങ്ങനെ ശൈത്താന് സ്പർശിക്കാൻ കഴിയാത്ത, സ്വാധീനിക്കാൻ കഴിയാത്ത എത്രയെത്ര മഹാന്മാരുണ്ട് ഈ ഉമ്മത്തില്. അത് ആലോചിച്ചുകൊണ്ടാണ് ഇബ്ലീസുൽ ലഈനെന്ന് പൊട്ടിക്കരഞ്ഞത്. എനിക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകൾ കുറവായി പോകുന്നുണ്ടല്ലോ, എനിക്ക് പിടുത്തം കിട്ടാത്ത ഒരുപാട് നല്ല നല്ല വ്യക്തിത്വങ്ങൾ ഈ ഉമ്മത്തിൽ ജനിക്കാനുണ്ടല്ലോ. എങ്ങനെ സ്വാധീനിച്ചാലും അവന്റെ വലയത്തിൽ പെടാതിരിക്കുന്നതിന് അള്ളാഹു നമുക്ക് നൽകിയ കാവലാണ് ദിക്റ്. ആ ദിക്റ് ചൊല്ലുന്നത്, പതിവാക്കുന്നത് നിർത്തരുത്. ചൊല്ലേണ്ട സമയങ്ങളിലൊക്കെ ദിക്റ് ചൊല്ലണം. സുബ്ഹാനല്ലാഹ്, ദിക്റിന്റെ കാവല് ചെറുതല്ല. നമ്മളെ ജീവിതത്തിൽ നമ്മളത് അനുഭവിക്കണം. ദിക്റിന് എണ്ണം കണക്ക് അള്ളാഹു പറഞ്ഞിട്ടില്ലല്ലോ സഹോദരങ്ങളെ. ധാരാളം ദിക്റ് ചൊല്ലുന്ന ആളുകൾക്ക് വലിയ ബഹുമാനമല്ലേ അള്ളാഹു പറഞ്ഞത്. വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ. ഒരുപാട് ദിക്റ് ചൊല്ലുന്ന ഉമ്മമാര്, രണ്ടു കൂട്ടരും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ദിക്റ് ചൊല്ലുന്ന ആണുങ്ങള്, രണ്ടു കൂട്ടർക്കും അല്ലാഹു തആല സജ്ജമാക്കിയിട്ടുണ്ട് മഗ്ഫിറതൻ, പാപമോചനവും, വഅജ്റൻ അദീമാ, നിർവചിക്കാൻ കഴിയാത്ത, നിർണയിക്കാൻ കഴിയാത്ത വലിയ കൂലിയും അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. ധാരാളം ദിക്റ് എന്ന് പറയുമ്പോ എത്രയാണ് ഉദാഹരണം എന്നറിയുമോ? സ്വഹാബിമാര് എത്ര ദിക്റ് ചൊല്ലി, ഒരുപാട് ദിക്റ് ചൊല്ലിയവരാണ്. നമുക്ക് മടിയുണ്ടാകരുത്. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഒറ്റ ഉദാഹരണം പറയട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ദിക്റ് ചൊല്ലുന്ന മഹാനായിരുന്നു എന്നല്ലേ ഹദീസിലുള്ളത്. കാന യദ്കുറുല്ലാഹ ഫീ കുല്ലി അഹ്യാനിഹി, മുഴുവൻ സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ ദിക്റ് ചൊല്ലിയിരുന്നു. ഒരു സമയത്ത് മാത്രമല്ല, ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ ദിക്റ് ചൊല്ലിയിരുന്നു. അങ്ങനെ അല്ലാഹുവിന് ധാരാളം ദിക്റ് ചൊല്ലിയ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഒരു മഹാനല്ലേ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മദീന പള്ളിയില് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ദർസ് നടത്താൻ വലിയ ഭാഗ്യം കിട്ടിയ മഹാൻ. അത് ചെറിയ ഭാഗ്യമല്ലല്ലോ. അതേ വലിയ വലിയ സ്വഹാബിമാര് മുഴുവനും വലിയ ആദരവോടെ, വലിയ ബഹുമാനത്തോടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കണ്ടില്ലേ? ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് എന്തൊരു ബഹുമാനമാണ് കിട്ടിയത്. മഹാനവർകൾ സുബ്ഹാനല്ലാഹ് ദിക്റ് എത്ര മാത്രമാണ് ചൊല്ലിയത്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്കെത്തും. വീട്ടിലേക്കെത്തിയാൽ മഹാനവർകൾക്കൊരു മാലയുണ്ടായിരുന്നു. പഴയ കാലത്തെ ആളുകൾക്കൊക്കെ സ്വന്തം സ്വന്തം മാല ഉണ്ടാവും. ഇപ്പൊ എല്ലാവർക്കൊക്കെ സ്വന്തം സ്വന്തം ഉപകരണമുണ്ട്. സ്വന്തം സ്വന്തം മാല കുറവാണ്. ചില വീടുകളിലൊക്കെ സ്വന്തം സ്വന്തം മുസ്ഹഫ് പോലുമില്ല. സ്വന്തം സ്വന്തം മുസ്ഹഫ് വേണം എല്ലാവർക്കും. മുസ്ഹഫ് പൂർണ്ണമായിട്ടൊരു വീട്ടിൽ എത്തുന്ന സമയം എപ്പോഴാണ് അറിയുന്നത്? ആ വീട്ടിൽ ആരെങ്കിലും ഒന്ന് മരിക്കുമ്പോഴാണ്. അപ്പൊ അടുത്തൊരു വീട്ടിലൊരാൾ മരിച്ചപ്പോ പള്ളിയിൽ നിന്ന് മുസ്ഹഫ് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ പള്ളിയിൽ നിന്ന് മുസ്ഹഫ് കൊണ്ടുവരുന്നതിന് കുഴപ്പമൊന്നുമില്ല. മുസ്ഹഫ് എത്തുന്നതിന് മുമ്പ് അവിടെയുള്ള മുസ്ഹഫ് ഓതാൻ വേണ്ടി ചോദിച്ചു നോക്കുമ്പോൾ ആകെ 2 മുസ്ഹഫേ ഉള്ളൂ. 8ഉം 9ഉം ആൾക്കാർ ഒരുമിച്ച് കൂടി താമസിക്കുന്ന വീട്ടിൽ 2 മുസ്ഹഫ്. മൊബൈലിൽ എണ്ണം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 20 എണ്ണൊക്കെ ഉണ്ടാവും. മുസ്ഹഫ് ഓരോന്ന് വേണം. തസ്ബീഹ് മാല അല്ലേ? വല്യമാക്ക് തസ്ബീഹ് മാല അല്ലേ ഉണ്ടായിരുന്നു? ഉമ്മാക്കില്ലേ? പാകണ്ടേ? ഞാൻ മഞ്ഞ് താഴോട്ട് കൂട്ടണ്ട, കുട്ടിയെ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ഓരോ മാല വേണം. ഈ മാല നമുക്ക് ആഖിറത്തിലേക്കുള്ള തെളിവാണ്. മുസബ്ബിഹ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ തസ്ബീഹിന്റെ മാല, ദിക്റിന്റെ മാല 1000 മണിയുള്ള മാലയായിരുന്നു. ചെറിയ മാലല്ല, 1000 മണി ഉണ്ടായിരുന്നു ആ മാലക്ക്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനവർകൾ ഭക്ഷണമൊക്കെ കഴിച്ച്, മഗ്‌രിബിന്റെ ശേഷം ഭക്ഷണം കഴിച്ച് ഇശാ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്നാൽ കട്ടിലണ്ടിരിക്കും. ഈ മാല അങ്ങോട്ട് കയ്യിലെടുക്കും. 20 പ്രാവശ്യം ഇതിങ്ങനെ മറിച്ച് ദിക്റ് ചൊല്ലും. ശേഷമാണ് പതുക്കെ ഒന്ന് ഉറക്കത്തിലേക്ക് നീങ്ങുന്നത്. അപ്പൊ എത്രയായി? ഒരൊറ്റ രാത്രി തന്നെ
20,000 ദിക്റായി. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ രാത്രിയിൽ തന്നെ 20,000 ദിക്ർ ചൊല്ലുമ്പോ സഹോദരങ്ങളെ 5 രാത്രി ചൊല്ലുമ്പോഴേക്ക് എത്രയായി? 1,00,000 ദിക്റായി. 5 രാത്രി ചൊല്ലുമ്പോഴേക്ക് തന്നെ എത്ര ദിക്റായെന്ന് കൂട്ടി നോക്ക് നിങ്ങൾ. ഒരു മാസമാകുമ്പോഴേക്ക് എത്ര ലക്ഷമായി? ഒരു വർഷമാകുമ്പോഴേക്ക് എത്ര ലക്ഷമായി? എത്ര കോടിക്കണക്കിന് ദിക്റാണ് അവർക്ക് വരുന്നത്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ദിക്ർ ചൊല്ലിയിരുന്ന മഹാനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ദിക്ർ ധാരാളം ചൊല്ലിയിരുന്നു. നമ്മൾ കഴിവിന്റെ പരമാവധി ചൊല്ലണം. നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്റിന് വലിയ മഹത്വമുണ്ട്, വലിയ ശ്രേഷ്ഠതയുണ്ട്. അവിടെ തന്നെ ഇരുന്ന് ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ നടക്കുമ്പോഴും ചൊല്ലാം. പക്ഷെ ആ ദിക്ർ ഒഴിവാക്കരുത്. സ്വർഗത്തിൽ പോകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണത്. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്ർ സ്വർഗത്തിൽ പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്ത ദിക്റാണ്. 110 ദിക്റില്ലേ? 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതും കൂട്ടുമ്പോ 100ആയി. പിന്നൊരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൊത്തം 110ആയി. ഒരു 110 ദിക്ർ നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലാൻ ചുരുങ്ങിയ സമയം മതി. പക്ഷേ ചൊല്ലുന്ന ആളുകൾ തൗഫീഖുള്ളവർ കുറവാണ്. ഇപ്പൊ ഞാൻ വരുമ്പോ മഗ്രിബ് നിസ്കാരത്തിനൊരു പള്ളിയിൽ കൂടി, സുബ്ഹാനല്ലാഹ്, നിസ്കരിക്കാൻ 100-500 ആളുകളുണ്ട്. വലിയ പള്ളിയാണ്. പക്ഷേ ദിക്ർ ചൊല്ലാൻ 50-ൽ താഴെ ആളേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ പോയിക്കോട്ടെ, കുഴപ്പമില്ല. പോകുമ്പോ ദിക്ർ ചൊല്ലാൻ മറക്കരുത് എന്നാ ഞാൻ പറഞ്ഞത്. തിരക്കുള്ള ആളുകൾക്ക് പോകാൻ അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ വിടരുത്. ദിക്ർ അങ്ങനെ നാവ് കൊണ്ട് ചൊല്ലണം. എണീറ്റ് പോകുമ്പോഴും ചൊല്ലിയാലും സുന്നത്ത് കിട്ടും. ഇരുന്ന് തന്നെ ചൊല്ലിയാൽ വളരെ വലിയ മഹത്വമാണ്. നിസ്കാരം കഴിഞ്ഞ സ്ഥലത്ത് തന്നെ ഇരുന്ന് ചൊല്ലുന്നതിന് പ്രത്യേകത കൂടുതലുണ്ട്. അങ്ങനെ ഇരുന്ന് ചൊല്ലിയ പതിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്. എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും അവിടുന്ന് ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, ദുആ ഇരുന്നിട്ടുണ്ട്. ദിക്ർ ചൊല്ലാതെ തങ്ങൾ ഒരു ദിവസം പെട്ടെന്ന് എണീറ്റ് പോയപ്പോ സ്വഹാബത്തിന്റെ മുഖത്തൊരാശങ്ക വന്നു. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ തന്നെയുണ്ട്, അസ്ർ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി തങ്ങൾ പെട്ടെന്ന് എണീറ്റ് റൂമിലേക്ക് അങ്ങ് പോയി. സ്വഹാബത്ത് ഇങ്ങനെ ചിന്തിച്ചു, പടച്ചോനെ, എന്താണ് തങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പോയത്? പതിവില്ലല്ലോ, ദിക്റും ദുആവും കഴിഞ്ഞിട്ടാണല്ലോ സാധാരണ പോകാറുള്ളത്. അങ്ങനെ കുറഞ്ഞ നേരം കഴിഞ്ഞ് തിരിച്ചു വന്ന് അതേ സ്ഥലത്തിരുന്നിട്ട് തങ്ങൾ ചൊല്ലുന്ന ദിക്റുകളൊക്കെ ചൊല്ലി. അപ്പൊ സ്വഹാബത്തിന്റെ മുഖം കണ്ടപ്പോ തങ്ങൾ പറഞ്ഞു, ഒന്നുമല്ല, നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് എന്റെ മനസ്സിലൊരു ഓർമ്മ വന്നത്. എന്ത്? അവിടെ ഒരു സ്വർണ്ണക്കട്ടി ഒരാൾ കൊണ്ടു തന്നിരുന്നു. ആ സ്വർണ്ണക്കട്ടി ഇനി സാധുക്കൾക്ക് കൊടുക്കാൻ നേരം വൈകിയാൽ കിട്ടുന്നവർക്ക് സമയം വൈകിപ്പോകുമല്ലോ എന്ന് കരുതിയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാൻ പോയതാണ്. അത് പാവപ്പെട്ട ആളുകളിലേക്ക് പെട്ടെന്ന് വിതരണം ചെയ്ത് എത്തിക്കൂ. കിട്ടുന്നവർക്ക് നേരത്തെ കിട്ടിയാൽ ഉപകാരങ്ങളൊക്കെ വേഗം നടക്കുമല്ലോ എന്ന് കരുതിയിട്ട് തിരിച്ചു വന്നിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ർ ചൊല്ലി. സാധാരണ ചൊല്ലുന്ന ദിക്റുകളൊക്കെ പതിവായി ചൊല്ലി. നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്ർ ചൊല്ലാതെ പോകുന്ന ആളുകളോട് നല്ല എതിർപ്പിലല്ലേ തങ്ങൾ ചോദിച്ചിരുന്നത്? അലൈസ ലക ഫില്ലാഹി ഹാജാ, അള്ളാഹുവിനോട് ഒന്നും പറയാനില്ലേ? അള്ളാഹുവിലേക്ക് ഒന്നും ആവശ്യപ്പെടാനില്ലേ? ദ്വാരക്കാനില്ലേ? ദിക്ർ ചൊല്ലാനില്ലേ? നിസ്കാരം കഴിഞ്ഞാൽ ദിക്റിലും ദുആയിലും മുഴുകണം. ഫഇദാ ഫറഗ്ത ഫൻസബ്, നിസ്കാരം കഴിഞ്ഞാൽ ഫൻസബ്, നീ ദിക്റിലും ദുആയിലും മുഴുകണം. ദിക്റിലും ദുആയിലും മുഴുകുമ്പോ നിന്റെ മനസ്സിൽ ഒരൊറ്റ ചിന്തയാണ് വേണ്ടത്, വഇലാ റബ്ബിക ഫർഗബ്, നിന്റെ മനസ്സിൽ റബ്ബിലേക്ക് ആഗ്രഹിക്കണം. ദിക്ർ ചൊല്ലുമ്പോഴും മനസ്സിന്റെ താല്പര്യം അല്ലാഹുവിനോടാകണം. ദുആർക്കുമ്പോഴും മനസ്സിന്റെ ആഗ്രഹം അല്ലാഹുവിനോടാകണം. നിസ്കാരം കഴിഞ്ഞാൽ ദിക്റിലും ദുആയിലും മുഴുകാനാണ് അല്ലാഹു പറഞ്ഞത്. എന്തിന്? നമുക്ക് ഉത്തരം തരാൻ. അല്ലാഹു നിശ്ചയിച്ച സന്ദർഭങ്ങളിൽ ഏറ്റവും നല്ലൊരു സന്ദർഭമാണ് നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്റും ദുആ. ഏത് സമയത്തുള്ള ദുആക്കാണ് നബിയെ കൂടുതൽ ഉത്തരം കിട്ടുന്നത് എന്ന് ചോദിക്കുമ്പോ തങ്ങൾ അതിന് പറഞ്ഞ ഒരു മറുപടിയല്ലേ, ദുബ്റ സ്വലവാത്തിൽ മക്തൂബാത്ത്,
ഫർള് നിസ്കാരങ്ങൾക്ക് പിറകിലുള്ള ദുആ വലിയ ഉത്തരം കിട്ടുന്ന ദുആയാണ്. ഫർള് നിസ്കാരങ്ങൾക്ക് പിറകിലുള്ള ദിക്റ് വലിയ പോരിശയുള്ള ദിക്റാണ്. അത് നിത്യജീവിതത്തിൽ കൊണ്ടു നടക്കണം. അർജന്റുള്ള ആളുകൾ അവിടുന്ന് എണീറ്റ് പോകുമ്പോഴും ദിക്റ് വിടരുത്. നമ്മളങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം, സുന്നത്ത് ലഭിക്കും. ഒരാൾ എണീറ്റ് ഇങ്ങനെ വീട്ടിക്ക് പോരുകയാണ്, അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്റൊക്കെ ചൊല്ലിയിട്ടാ പോരുന്നത്, ചൊല്ലിയ സുന്നത്ത് കിട്ടും. ഇരുന്ന് ചൊല്ലിന്നില്ല നേളൂ, ചൊല്ലിയ സുന്നത്തൊക്കെ കിട്ടും. എത്ര ചൊല്ലിയാലും ദിക്റിന്റെ സുന്നത്ത് കിട്ടും. അതേ പെട്ടെന്ന് സുന്നത്ത് നിസ്കരിച്ച ഒരാൾക്ക് പോരണം. റവാത്തിബിന്റെ ശേഷമാണ് ദിക്റ് ചൊല്ലുന്നതെങ്കിലും ദിക്റിന്റെ സുന്നത്ത് മുറിയൂല. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചില്ലേ, വൻസിറാഫുഹു ലാ യുനാഫി നദ്ബദ്ദിക്രി. നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോരുന്നത് ദിക്റിന്റെ സുന്നത്തിനോട് എതിരാകൂല. അയാൾക്ക് ദിക്റിന്റെ സുന്നത്ത് ലഭിക്കും. റവാത്തിബ് കഴിഞ്ഞിട്ട് ചൊല്ലിയാലും ദിക്റിന്റെ സുന്നത്ത് ലഭിക്കും. ഞാൻ എന്തിനാണിത് പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്, പെട്ടെന്ന് ദിക്റ് ചൊല്ലാതെ എണീറ്റ് പോകുന്ന ഒരു സ്വഭാവം കൂടുതലായി കാണുന്നു. അത് സങ്കടകരമാണ്. അർജന്റ് ഉള്ളവർക്ക് പോകാം, പോകുമ്പോ ദിക്റ് ചൊല്ലുന്നത് മുടങ്ങരുത്. നാവ് കൊണ്ട് ദിക്റ് ചൊല്ലിയിട്ട് നമ്മളെ എണ്ണം കൊണ്ട്, വിരൽ കൊണ്ട് എണ്ണം പിടിക്കണം, അല്ലെങ്കിൽ മാല കൊണ്ട് എണ്ണം പിടിക്കണം. കൃത്യത വരുത്താനാണ് എണ്ണം പിടിക്കുന്നത്, ഒരെണ്ണവും കുറഞ്ഞു പോകാതിരിക്കാനാണ്. അങ്ങനെ പറയപ്പെട്ട ദിക്റ് കറക്റ്റായി ചൊല്ലണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദിക്റ് ചൊല്ലാൻ പഠിപ്പിച്ചപ്പോ നിങ്ങൾ നോക്ക്, പാവപ്പെട്ട സ്വഹാബിമാർക്കാണ് കൃത്യമായി തങ്ങൾ ആദ്യം ഇത് പഠിപ്പിച്ചത്. പക്ഷേ പണക്കാരായ സ്വഹാബിമാര് ഇങ്ങനെ ഒരു ഹദീസ് കേട്ടപ്പോ അവരും വിടാതെ ചൊല്ലി തുടങ്ങി. ഈ ദിക്റുകൾ മുഴുവനും അവരും ചൊല്ലിയിട്ട് അവർ നിർത്താതെ ചൊല്ലി പതിവാക്കിയപ്പോ പിന്നെയും അവർക്ക് സ്ഥാനം കൂടിയല്ലോ. അത് പാവപ്പെട്ട സ്വഹാബിമാര് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ, പണക്കാരെ പോലെ ഞങ്ങൾക്കും സ്വർഗത്തിൽ ദറജ കിട്ടാൻ ഒരു കഴിവും ഇല്ലാത്ത സാധുക്കളായ ഞങ്ങൾക്ക് തങ്ങൾ പറഞ്ഞു തന്ന മാർഗം ഞങ്ങളെ സഹോദരങ്ങളായ പണക്കാരായ സ്വഹാബിമാരും ഏറ്റെടുത്ത് ചൊല്ലി തുടങ്ങി നബിയേ. അപ്പൊ ഞങ്ങളെക്കാൾ വീണ്ടും അവർക്ക് ദറജ കൂടുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന് പരിഹാരമില്ല. ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ. അത് അല്ലാഹു നൽകുന്ന ഔദാര്യമാണ്. അവർക്ക് കൂടുതൽ ദറജ എന്ന് പറയുന്നത് അത് തിരുത്താനോ മാറ്റാനോ നമുക്ക് കഴിയില്ല. അത് പടച്ചറപ്പ് തീരുമാനിക്കുന്നതല്ലേ, അവനല്ലേ വലിയ ഔദാര്യം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ദിക്റ് പതിവാക്കി ധാരാളം ദിക്റ് ചൊല്ലുന്നത് ശീലമാക്കിയിട്ട് അള്ളാഹു നമുക്ക് നൽകിയ ഓഫർ നേടിയെടുക്കണം. ആ വലിയ മഗ്ഫിറത്തും വലിയ കൂലിയും അള്ളാഹുവിൽ നിന്ന് ഏറ്റെടുക്കാൻ കഴിയണം. സഹോദരന്മാരെ, ആ തരത്തിലുള്ള ദിക്റുമായി ബന്ധപ്പെട്ട് ജീവിതത്തിന്റെ ദിഗില മേഖലകളിൽ ദിക്റിന്റെ സുഖം ആസ്വദിക്കുന്നവരാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ദിക്റ് ചൊല്ലി പതിവാക്കിയവൻ അള്ളാഹുവിനെ ഓർമ്മയുള്ള ആളാണ്, പടച്ച റബ്ബിന് സ്വീകാര്യതയുള്ള ആളാണ്. അതിന് പുറമെ വലിയ മനസ്സമാധാനം കിട്ടുന്ന ആളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.